ആരോഗ്യകരമായ ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം? നമുക്ക് സമീകൃത ആഹാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പണ്ട് ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യൻ മഞ്ജു പി ജോർജാണ് ഇന്ന് നമ്മുടെ ഭക്ഷണക്രമം എങ്ങനെ വേണമെന്ന് നമ്മോട് സംസാരിക്കുന്നത്. ഓവർ ടു ഡോക്ടർ. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിങ് എന്നൊക്കെ ഉള്ള ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ നല്ല അധ്വാനിക്കുമായിരുന്നു. അപ്പോൾ അന്ന് അത് കുഴപ്പമില്ല, വർക്കബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഡെസ്ക് ജോബ്സ് ആണ് കൂടുതലും വരുന്നത്. അപ്പം അന്നേരം നമുക്ക് ചിലർക്ക് അത് ബോഡി നേച്ചറാണ് അഗെയിൻ വരുന്നത്. എല്ലാവർക്കും ഒരേ പാറ്റേൺ ആവത്തില്ല. ചിലർക്ക് 3 മീൽ കൊണ്ട് മതിയായിരിക്കാം, ചിലർക്ക് ഒരു 1 മെയിൻ മീലും ബാക്കി ലൈറ്റ് സ്നാക്കും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഒരു മോർ ദാൻ 4 hours ഗ്യാപ്പ് 2 മീൽസ് തമ്മിൽ പോരുമെന്ന് പറയും. അത് മെയിൻ മീൽ തന്നെ ആവണമെന്നില്ല, കുറച്ച് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ പ്രോട്ടീൻ കൂടുതലുള്ള പാറ്റേണുള്ളതാവാം. ഫുഡ് തന്നെയാണ് മെഡിസിൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലർക്കും സമയമില്ല, അവർക്ക് ഡയറ്റ് തെറാപ്പി നോക്കാനായിട്ടോ എക്സസൈസ് ചെയ്യാനോ ഉറങ്ങാനോ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ മെഡിസിൻ ഡോസ് കൂടി വരുന്നു, മറ്റ് പാറ്റേണിലുള്ള ചേഞ്ചസ് വരുന്നു. അപ്പോൾ ഇതെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് എടുക്കേണ്ടി വരുന്നു. ഇതൊക്കെ ഒരു വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൺട്രോളിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ബിസി ആയതുകൊണ്ടും അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള സാവകാശക്കുറവ് കൊണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രമേഹമോ അമിതവണ്ണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ ഇപ്പം ആയി വരുന്നുണ്ട്. ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ പ്രായഭേദമന്യേ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു പാറ്റേൺ ഓഫ് നേച്ചർ എങ്ങനെയാണ്, ഷിഫ്റ്റ് ജോലി ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അവർക്ക് എപ്പോഴും പ്രോട്ടീൻ കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് കുറഞ്ഞിട്ടുള്ള പാറ്റേണിലെ ഡയറ്റ് പ്ലാൻ ആയിരിക്കും എപ്പോഴും സഫിഷ്യൻറ്റ്. അതുപോലെ സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ്, അത് റിലീവ് ചെയ്യുക. ഉറക്കം അറ്റ്ലീസ്റ്റ് ഒരു 6 hours എങ്കിലും ഒരു 11 to 4 ആ ഒരു സമയത്ത് നല്ലോണം ഉറക്കം കിട്ടുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഇങ്ങനത്തെയൊക്കെ ബേസിക് കാര്യങ്ങൾ നോക്കി പിന്നെ പാക്ഡ് സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൺട്രോൾഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു കൺട്രോൾ ഡെഫിനറ്റ്ലി അത് നടക്കാൻ സാധിക്കും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.